കാർഷിക വാർത്തകൾ. കുരുമുളക് വിളവെടുപ്പ് അവസാന ഘട്ടത്തിൽ. വില കിൻഡലിന് 200 രൂപ വർദ്ധിച്ചു. രാജ്യാന്തര റബ്ബർ വിപണിയും ഇന്ന് നേട്ടത്തിലായിരുന്നു. പാം ഓയിൽ ഇറക്കുമതിയിൽ ഇടിവ്, വെളിച്ചെണ്ണയ്ക്ക് നേട്ടം. ആഭ്യന്തര വാങ്ങലുകാരിൽ നിന്നുള്ള ശക്തമായ ഡിമാൻഡിൽ കുരുമുളക് കൂടുതൽ മികവ് നേടുന്നത് മുൻനിർത്തി ഹൈറേഞ്ചിലെയും മറ്റു ഭാഗങ്ങളിലെയും കർഷകർ ചരക്ക് നീക്കം നിയന്ത്രിച്ചു. സംസ്ഥാനത്ത് വിളവെടുപ്പ് അവസാന ഘട്ടത്തിലായിട്ടും മാർക്കറ്റിൽ ലഭ്യത ചുരുങ്ങിയത് വാങ്ങലുകാരെ അസ്വസ്ഥരാക്കി. വിളവെടുപ്പ് വേളയിൽ താഴ്ന്ന വിലയ്ക്ക് ചരക്ക് ലഭിക്കുമെന്ന വാങ്ങലുകാരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയതോടെ ഉത്തരേന്ത്യയിലെ വൻകിട സ്റ്റോക്കിസ്റ്റുകൾ കുരുമുളകിനായി പ്രതിനിധികളെ രംഗത്തിറക്കി. കുരുമുളക് വില കിൻഡലിന് 200 രൂപ വർദ്ധിച്ച് അൺഗാർബിൾഡ് 68,400-ൽ ഇന്ന് വ്യാപാരം അവസാനിച്ചു. കൊച്ചി, കോട്ടയം റബ്ബർ ക്ഷാമം രൂക്ഷമായതോടെ ടയർ വ്യവസായികൾ നിരക്കുയർത്തിയിട്ടും ഷീറ്റ് ലഭ്യത വർദ്ധിച്ചില്ല. 4ാം ഗ്രേഡ് ഷീറ്റ് വില ഇന്ന് കിൻഡലിന് 300 രൂപ വർദ്ധിച്ച് 19,800-ൽ വിപണനം നടന്നു. വിപണിയുടെ ചലനങ്ങൾ വിലയിരുത്തിയാൽ നിരക്ക് 20,000-ലേക്ക് ഉയരുമെന്ന പ്രതീക്ഷയിലാണ് സ്റ്റോക്കിസ്റ്റുകൾ. രാജ്യാന്തര റബ്ബർ വിപണിയും ഇന്ന് നേട്ടത്തിലായിരുന്നു. ബാങ്കോക്കിൽ നിരക്ക് 20,500 രൂപയായി ഉയർന്നു. ജപ്പാൻ, സിംഗപ്പൂർ, ചൈനീസ് മാർക്കറ്റുകളിലും റബ്ബർ ഉണർവ് നിലനിർത്തി. പാം ഓയിൽ ഇറക്കുമതിയിൽ സംഭവിച്ച ഇടിവ് നാളികേരോൽപ്പന്നങ്ങളെ സർവ്വകാല റെക്കോർഡിലേക്ക് ഈ വാരം ഉയർത്തി. ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നുള്ള പച്ചത്തേങ്ങ നീക്കം കൊപ്രയാട്ടി വ്യവസായികളിൽ നിന്നുള്ള ഡിമാൻഡിനനുസൃതമായി ഉയരാഞ്ഞത് നിരക്ക് ഉയർത്താൻ മില്ലുകാരെ പ്രേരിപ്പിച്ചു. കൊപ്ര കിൻഡലിന് 15,700 രൂപയായും വെളിച്ചെണ്ണ വില 23,600 രൂപയായും വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക തോട്ടത്തോടൊപ്പം വിനോദസഞ്ചാരവും സമന്വയിപ്പിച്ച് കണ്ണൂരിലെ ജില്ലാ കൃഷിത്തോട്ടം നബാർഡിന്റെ സഹായത്തോടെ ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ഇവിടെ. ഇന്ത്യയിലെ ഏറ്റവും പഴയ ഫാമുകളിലൊന്നാണ് കണ്ണൂർ കരിമ്പത്തുള്ള ജില്ലാ കൃഷിത്തോട്ടം. 140 ഏക്കറോളം വരുന്നതാണ് ഈ തോട്ടം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഗവേഷണത്തിനായി തുടങ്ങിയ തോട്ടത്തിന് 120 വർഷത്തെ പഴക്കമുണ്ട്. ജൈവ സമ്പന്നതയുടെയും കാർഷിക സസ്യങ്ങളുടെയും അപൂർവ കാഴ്ചകളും വിവരങ്ങളും കാർഷിക സംസ്കാരവുമാണ് ഇവിടെ സന്ദർശകർക്ക് സമ്മാനിക്കുന്നത്. കർഷകർക്ക് സമയബന്ധിതമായ ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായമാകുക എന്നതാണ് കൃഷിത്തോട്ടം പ്രധാനമായും ശ്രദ്ധ ചെലുത്തുന്നത്. ഇതിന്റെ ഭാഗമായി ഇതിനകം 3 ലക്ഷത്തോളം കുരുമുളക് തൈകളുടെ ഉൽപ്പാദനമാണ് ഫാമിൽ നടന്നുകഴിഞ്ഞത്. കൂടാതെ പന്നിയൂർ 1 മുതൽ 10 വരെയുള്ള കുരുമുളകിനങ്ങൾ നാഗപതി രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് വരുന്നുമുണ്ട്. വിവിധയിനം മാവുകൾ, വിദേശ ഫലവൃക്ഷ തൈകൾ എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. കൂൺ കൃഷിയും പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. താങ്ങുവില പദ്ധതി പ്രകാരം സർക്കാർ 32 ലക്ഷം ടൺ റാബി പയർവർഗ്ഗങ്ങൾ സംഭരിക്കും. കടലയുടെ തീരുവരഹിത ഇറക്കുമതി കനത്ത വെല്ലുവിളിയാകുന്നതായി റിപ്പോർട്ട്. 2025 റാബി മാർക്കറ്റിംഗ് സീസണിൽ താങ്ങുവില പദ്ധതി പ്രകാരം 32 ലക്ഷം ടണ്ണിലധികം പയർവർഗ്ഗങ്ങൾ അടിസ്ഥാന താങ്ങുവിലയിൽ സംഭരിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നു. കൃഷി മന്ത്രാലയത്തിന്റെ താങ്ങുവില പദ്ധതി പ്രകാരം സംഭരണത്തിന് അനുവദിച്ച അളവ് 21.6 ലക്ഷം ടണ്ണിൽ കൂടുതലാണ്. കൃഷി മന്ത്രാലയത്തിന്റെ താങ്ങുവില പദ്ധതി പ്രകാരം പ്രധാന പയർവിളയായ കടലയുടെ സംഭരണം 21.64 ലക്ഷം ടണ്ണിൽ കൂടുതലാണ്. 9.4 ലക്ഷം ടണ്ണിൽ കൂടുതൽ മസൂർ പരിപ്പും 90,108 ടൺ ഉഴുന്ന്, 13,573 ടൺ ചെറുപയർ എന്നിങ്ങനെയാണ് മറ്റുള്ളവ. കടലയുടെ ആഭ്യന്തര ഉൽപാദനം ഉയർന്ന തോതിലാണ്. ഓസ്ട്രേലിയ, ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള തീരുവരഹിത ഇറക്കുമതിയും ആഭ്യന്തര വിലകളെ ബാധിക്കുന്നതായാണ് റിപ്പോർട്ട്. നിലവിൽ 2025 മാർച്ച് 31 വരെ കടലയുടെ തീരുവരഹിത ഇറക്കുമതി അനുവദനീയമാണ്. 2023 ഡിസംബർ മുതൽ ഇതുവരെ 30 ലക്ഷം ടണ്ണിലധികം മഞ്ഞപ്പയറുകളുടെ വൻ ഇറക്കുമതിയും കടലയുടെ വിലയെ സ്വാധീനിക്കുന്നതായി കണക്കാക്കുന്നു. കടലയ്ക്ക് പകരമായുള്ള മഞ്ഞപ്പയറിനുള്ള തീരുവരഹിത ഇറക്കുമതി കഴിഞ്ഞ ആഴ്ച സർക്കാർ മെയ് അവസാനം വരെ നീട്ടിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് പച്ചക്കറി വിലയിൽ ഇടിവ്. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കോഴിക്കോട് ജില്ലയിലാണ് പച്ചക്കറി വിലയിൽ കുറവുള്ളത്. കോഴിക്കോട് ജില്ലയിൽ തക്കാളി വില 6 രൂപ കുറഞ്ഞ് 14 രൂപയിലെത്തിയിരിക്കുകയാണ്. റെക്കോർഡ് വിലയിലുണ്ടായിരുന്ന മുരിങ്ങ വിലയും കാര്യമായി കുറവുണ്ട്. ബീട്രൂട്ട്, കാബേജ്, പച്ചമുളക്, ഇഞ്ചി എന്നിവയുടെ വിലയും വിവിധ ജില്ലകളിൽ 10 രൂപയോളം കുറഞ്ഞതായാണ് റിപ്പോർട്ട്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് വിപണികളെ താരതമ്യം ചെയ്യുമ്പോൾ പച്ചക്കറി വില ഏറ്റവും കുറവ് കോഴിക്കോടാണ്. തിരുവനന്തപുരം, എറണാകുളം വിപണികളിൽ തക്കാളിക്ക് 30 രൂപയുള്ളപ്പോൾ കോഴിക്കോട് 15 രൂപ മാത്രമാണ് വില. സവാളയുടെ വിലയും കനത്ത ഇടിവിലാണ്. ഉൽപാദനം ഉയർന്നത് വിലയിടിയാൻ കാരണമായതായാണ് വിലയിരുത്തൽ. വിളവെടുപ്പ് കൂലി നൽകാനുള്ള ലാഭം പോലും ലഭിക്കാത്തതിനാൽ അയൽ സംസ്ഥാനങ്ങളിലെ കർഷകരിൽ പലരും കൃഷിഭൂമിയിൽ തന്നെ ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കുന്ന സാഹചര്യമാണുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുരുമുളക് വില കുതിക്കുന്നു. വിളവെടുപ്പ് സീസണിലും പതിവില്ലാതെ വില വർദ്ധിച്ചതിന്റെ സന്തോഷത്തിലാണ് കർഷകർ.
4 ദിവസത്തിനിടെ കുരുമുളകിന്റെ വില കിലോയ്ക്ക് 25 രൂപയാണ് ഉയർന്നത്. ഗാർബിൾഡ് കുരുമുളകിന് 702 രൂപയാണ് വിപണി വില. അൺഗാർബിൾഡ് കുരുമുളകിന് 682 രൂപയാണ്. വിളവെടുപ്പ് കാലത്ത് കുരുമുളക് വിലയിൽ ഉണ്ടായ പതിവില്ലാത്ത വിലവർധനയിൽ കാർഷിക മേഖല സന്തോഷത്തിലാണ്. വിദേശ രാജ്യങ്ങളിലും വിലവർധനയുണ്ട്. 2014-15 സീസണിൽ കുരുമുളക് വില കിലോയ്ക്ക് 750 രൂപ വരെയായി ഉയർന്ന റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. അതിനുശേഷം തുടർച്ചയായ വിലയിടിവാണുണ്ടായത്. കഴിഞ്ഞ ജനുവരിയിൽ വിളവെടുപ്പ് സീസണിന്റെ ആരംഭത്തിൽ 650 രൂപയായിരുന്നു വില. മറ്റ് ഉൽപാദക രാജ്യങ്ങളെക്കാൾ ഉയർന്ന വിലയാണ് കുരുമുളകിന് ഇന്ത്യയിലുള്ളത്. കർഷകരിൽ നിന്നുള്ള കുരുമുളക് വരവ് കുറഞ്ഞാൽ വില ഈ സീസണിൽ സർവകാല റെക്കോർഡ് കടന്നേക്കും. വിളവെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഇടുക്കിയിലെ കാർഷിക മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ സീസണിൽ ഉൽപാദനത്തിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. റബ്ബർ RSS 4 225, RSS 5 221, ലാറ്റക്സ് 154. ജാതിക്ക 270, ജാതിപത്രി 1800 മുതൽ 2100 വരെ. ഗ്രാമ്പു 920. അടയ്ക്ക 260, കാപ്പിക്കുരു 275, കൊക്കോ പരിപ്പ് 650. കുരുമുളക് ഗാർബിൾഡ് 68,200, കുരുമുളക് അൺഗാർബിൾഡ് 70,200, ഏലയ്ക്ക 2,600 മുതൽ 2,650 വരെ. വെളിച്ചെണ്ണ 23,100, കൊപ്ര 17,300, ചുക്ക് 22,500.